മത്സ്യത്തൊഴിലാണ് ഞങ്ങൾക്ക് അതിന് ഇവിടെ ഞങ്ങൾ എന്തെങ്കിലും വെള്ളം കുടിക്കുമ്പോൾ ആദ്യം കുടിച്ചാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടലിൽ പറഞ്ഞത് തന്നെ ഇതൊക്കെ ഞങ്ങൾ ഈ ചെളി വെള്ളമൊക്കെ കുടിയാവുകയാണ്. അപ്പൊ ആ നേരം കൊണ്ട് ഞങ്ങൾ ചത്തിട്ട് ഞങ്ങൾക്ക് 10 ലക്ഷം വേണ്ട, ആ കടലിൽ വൃത്തിയായിട്ട് മതി. ഇവിടെ ഫിഷറീസ് വകുപ്പ് 2000 കോടി രൂപയുടെ പാക്കേജ്, 5000 കോടി രൂപയുടെ പാക്കേജ് എല്ലാം പ്രഖ്യാപിക്കും. 1 രൂപ പോലും അതിന്റെ പേരിലൊന്നും ചെലവാക്കിയിട്ടില്ല. നിയമസഭയിൽ പല പ്രാവശ്യം പറഞ്ഞാണ് തീരദേശ പാക്കേജ് എന്ന് പറഞ്ഞിട്ട് 1 രൂപ പോലും അതിനുവേണ്ടി ചെലവാക്കുന്നില്ല. തീരദേശ സദസ്സിൽ പ്രഖ്യാപിക്കപ്പെട്ട എല്ലാ വാക്കുകളും പാഴ്വാക്കുകളായി മാത്രമല്ല, നിലവിലുള്ള വലിയ കല്ലുകൾ പോലും പെറുക്കി വെക്കാൻ പോലുമുള്ള പണം നൽകിയോ അതിനുള്ള പദ്ധതി തയ്യാറാക്കുകയോ ചെയ്തിട്ടില്ല. ഒരു തരി ബാക്ക് വലിച്ചാൽ മതി. 13 കുരുമുട്ട പറഞ്ഞു, അത് 6 വെച്ചിട്ടുള്ളൂ, ബാക്കി 7 വെക്കാനുണ്ട്. അതിന്റെ പേരിൽ ശക്തി വേർത്തിട്ട് 13 പണ്ടതാണ് ആ കെട്ടിടം. ആ കെട്ടിടത്തിലാണ് ആൾക്കാർ കടലില്ല, ഒന്നുമില്ല. അതായത് കടലിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. താഴത്ത് മൊത്തം അതെ അതെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. കാരണം ആ കെട്ടിടത്തിലാണ് ആൾക്കാർ, കുറെ കുടുംബങ്ങൾ താമസിച്ചിരുന്നു. ഇടിഞ്ഞു കഴിഞ്ഞാലേ വല്ല മുത്തി കഴിഞ്ഞാൽ വല്ല ഇതൊക്കെ ഇടിഞ്ഞ എല്ലാം വെള്ളം കയറി ഇതാക്കി കിടക്കണേ. ചോദിക്കാറില്ല 100 മീറ്ററാണ് സർവീസുകാരുടെ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നു, അതുപോലും എല്ലാ പോസ്റ്റും പോയി. പാവപ്പെട്ട മത്സ്യത്തൊഴിലാണ് ഞങ്ങൾക്ക് അതിന് ഇവിടെ ഞങ്ങൾ എന്തെങ്കിലും വെള്ളം കുടിക്കുമ്പോൾ ആദ്യം കുടിച്ചാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടലിൽ പറഞ്ഞത് തന്നെ പിന്നെ ഞാൻ വന്നത് ഞങ്ങൾ കിടക്കാത്ത കൂടെ കടലിൽ വന്ന് പോയത്. ഇതൊക്കെ ഞങ്ങൾ ഈ ചെളി വെള്ളമൊക്കെ കുടിയാവുകയാണ്. അപ്പൊ ആ നേരം കൊണ്ട് ഞങ്ങൾ ചത്തിട്ട് ഞങ്ങൾക്ക് 10 ലക്ഷം വേണ്ട, ആ കടലിൽ വൃത്തിയായിട്ട് മതി. 20 വർഷം അത്ര വർഷം പറയണേ ഞങ്ങൾ എന്നോട് എന്തറിയാമോ, ഞങ്ങൾ ഈ ഇപ്പൊ കണ്ട രണ്ടാഴ്ച ഇത് ഇവിടെ നോക്കി ഈ വെള്ളം വല്ല മുഴുവൻ ഞങ്ങളൊക്കെ വിധിക്കാണ്. ഞങ്ങൾ നിങ്ങളുടെ മത്സ്യങ്ങൾക്ക് ജീവിക്കുന്ന ആഗ്രഹമുണ്ട്. കുറെ ഒരാഴ്ച ഞങ്ങൾക്ക് കുറെ വരാന്നവരും പറഞ്ഞു വരാം പിന്നെ വരലില്ല. പിന്നെ നിങ്ങളോട് കാല് പിടിച്ച് അപേക്ഷിക്കുന്നു. അതെന്താ 10 ലക്ഷം രൂപ കിട്ടില്ല, 5 ലക്ഷം രൂപ. അതുകൊണ്ട് വളം ജീവിക്കുന്നവർ കാശ് വേണ്ട. പരസംഗത്തിൽ ഇത് കൂടിയിട്ടുണ്ട്, അവരും കൂടെ പോകണം. യഥാർത്ഥത്തിൽ സുനാമിക്ക് ശേഷം ഈ ഇവിടെ ഉണ്ടായിരുന്ന കടൽഭിത്തി നന്നാക്കുന്നതിന് പോലും തയ്യാറായിട്ടില്ല. കരിങ്കല്ല് കല്ലാണ് ഇട്ടിരിക്കുന്നത്, ആ കല്ലെല്ലാം തെറിച്ചു വീണ് കിടക്കുകയാണ്. അത് മെയിന്റനൻസ് നടത്തിയാൽ തന്നെ താൽക്കാലിക ആശ്വാസവും. അത് മെയിന്റനൻസ് നടത്താതെ സർക്കാരും ദുരന്ത നിവാരണ വകുപ്പൊക്കെ ചെയ്യുന്നത് ജിയോ ബാഗുകൾ കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. കരിങ്കല്ല് തെറിച്ചു പോകുന്ന കടലാക്രമണം നടക്കുന്ന സ്ഥലത്ത് ഈ ചാക്കിൽ കെട്ടി മണൽ സൂക്ഷിച്ചാൽ ആ ചാക്കോടുകൂടി അത് അഴിഞ്ഞ് ആ ചാക്ക് പല വീടുകളിലും കയറിയിരിക്കുകയാണ്. അവരുടെ മത്സ്യം വളർത്തുന്ന സ്ഥലങ്ങളിലൊക്കെ എത്തിയിരിക്കുകയാണ്.
അത്ര അപകടകരമായ രീതിയിലാണ്. കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, പ്രായമായവർക്ക് വീട്ടിൽ പോകാൻ പറ്റുന്നില്ല, സുഖമില്ലാത്തവർക്ക് ആശുപത്രിയിൽ പോകാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ ഫിഷറീസ് വകുപ്പ് 2000 കോടി രൂപയുടെ പാക്കേജ്, 5000 കോടി രൂപയുടെ പാക്കേജ് എല്ലാം പ്രഖ്യാപിക്കും. 1 രൂപ പോലും അതിന്റെ പേരിലൊന്നും ചെലവാക്കിയിട്ടില്ല. ഞാൻ നിയമസഭയിൽ പല പ്രാവശ്യം പറഞ്ഞാണ്, തീരദേശ പാക്കേജ് എന്ന് പറഞ്ഞിട്ട് 1 രൂപ പോലും അതിനുവേണ്ടി ചെലവാക്കുന്നില്ല. മന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാ നിയോജകമണ്ഡലത്തിലും തീര സദസ്സുകൾ നടത്തി. ഇവിടെ വന്ന് എന്തെല്ലാം വാഗ്ദാനങ്ങളാണ് ഈ പാവപ്പെട്ട ആളുകൾക്ക് കൊടുത്തത്, അതൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും ഇത് വളരെ ഗൌരവത്തോടുകൂടി നോക്കിക്കാണേണ്ട, പ്രാധാന്യമർഹിക്കുന്ന വിഷയമാണ്. അല്ലെങ്കിൽ തന്നെ തീരപ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ളവരുടെ ജീവിതം ദുരിതപൂർണമാണ്. എനിക്ക് സംശയം, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഇടപെടാത്തത്? ഇവിടെ നിന്നും ഇവരെ മുഴുവൻ എവിക്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ഗൂഢമായ ഉദ്ദേശം ഇതിന്റെ പുറകിലുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലാണ് ബന്ധപ്പെട്ട അധികൃതരെല്ലാം ഒന്നും ചെയ്യാതെ കയ്യും കെട്ടിയിരിക്കുന്നത്. ഇത് അപകടമാണ്. ഇത് ഗൌരവത്തോടുകൂടി ഈ ആഴ്ച തന്നെ ഞാൻ തന്നെ നിയമസഭയിൽ ഉന്നയിക്കും. ഇതിന് പരിഹാരമുണ്ടാക്കുന്നത് വരെ എന്റെ തൊട്ട അയൽ നിയോജകമണ്ഡലം കൂടിയാണ്, സഹോദരങ്ങളാണ്. അവരുടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതുവരെ ഞങ്ങളെല്ലാവരും ശ്രദ്ധിക്കും. NDA സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എന്റെ ചോദ്യത്തിന് മറുപടിയായി കിട്ടിയത് 1 രൂപ പോലും കേന്ദ്ര സർക്കാർ തീരദേശത്തെ കടൽഭിത്തി പുലിമുട്ട് നിർമ്മാണത്തിന് വേണ്ടി നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ഇത് ചോദ്യോത്തരവേളയിൽ ചോദിച്ചപ്പോൾ ഇതിനെ സംബന്ധിച്ച് യാതൊരു പദ്ധതിയും സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ പുതിയ സെഷന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, 17ാം ലോക്സഭയിൽ നൽകിയ മറുപടി അതിനനുസൃതമായി ഒരു പദ്ധതിയും ഈ കഴിഞ്ഞ 8 വർഷമായി സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. നായരമ്പലം, എടവനക്കാട് പഞ്ചായത്തുകളിൽ നിലവിലുള്ള കടൽഭിത്തിയുടെ മെയിന്റനൻസ് പോലും ഇപ്പൊ തീരദേശ സദസ്സിൽ പ്രഖ്യാപിക്കപ്പെട്ട എല്ലാ വാക്കുകളും പാഴ്വാക്കുകളായി എന്ന് മാത്രമല്ല, നിലവിലുള്ള വലിയ കല്ലുകൾ പോലും പെറുക്കി വെക്കാൻ പോലുമുള്ള പണം നൽകിയോ അതിനുള്ള പദ്ധതി തയ്യാറാക്കുകയോ ചെയ്തിട്ടില്ല. അത് തന്നെ ഉണ്ടായാൽ വലിയ ആശ്വാസം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ അവരുടെ ജീവനും ജീവനോപാധിയും സംരക്ഷിക്കാൻ വേണ്ടി സർക്കാർ നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം.